എന്താണിത്, ആകെ നിറഞ്ഞു കവിഞ്ഞല്ലോ, പുതിയൊരു ആരംഭമാണല്ലേ. അപ്പൊ എല്ലാവരും നൈസായിട്ട് പണി തുടങ്ങിക്കുള്ളൂ. എല്ലാവരെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വന്നതെന്ന് പറയൂ. ആദ്യം വന്നത് അഭിഷേക് ശ്രീകുമാർ. പുള്ളി വന്നു നിന്നിട്ട് ആദ്യം നമ്മുടെ ഡെൻ ടീം പരദൂഷണ കമ്മിറ്റി അങ്ങ് പൊളിച്ചടുക്കി. അൻസിബ മഞ്ഞബെഡിൽ ഇരിക്കുന്നതിനെ ട്രോളി. പിന്നെ ശരണ്യ ഒട്ടും വിസിബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്സര വെറും ആവറേജ് ആണ് എന്ന് പറഞ്ഞു. നോറയുടെ വിക്ടിം കാർഡ് കളിയെ പുച്ഛിച്ചു വിട്ടു. റെസ്മെൻ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞു. അർജുൻ കളിക്കുന്ന മറ്റേ സേഫ് സോൺ കളിയെയും അഭിഷേക് എക്സ്പോസ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ജിൻഡോ കള്ളം പറയുന്നതിനെ വിമർശിക്കുന്നുണ്ട്. അതും ഞാൻ ഫാൻ ആയിരുന്നു എന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ ശ്രീരേഖയുടെ മറ്റേ സ്ത്രീയെ എന്ന് പറഞ്ഞുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് എടുത്തിട്ട് പൊളിച്ചടുക്കി. സ്ത്രീയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജബ്രികളെ പൊളിച്ചടുക്കി കേട്ടോ. ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്ന് മുഖത്ത് നോക്കി ചോദിച്ചു. പ്രേക്ഷകർ പറഞ്ഞതാണെന്നും പറഞ്ഞു. ജബ്രി സ്ട്രോങ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ജാസ്മിന്റെ സർക്കിൾ വിട്ട് പുറത്തേക്ക് വരണമെന്ന് ജാസ്മിനോട് പറയുന്നുണ്ട്. ജാൻമണിയുടെ പ്രാഗലും ശാപവും എല്ലാം എടുത്തിട്ട് അഭിഷേക് തേച്ചൊട്ടിച്ചു ജാൻമണിനെയും. പൊളിയാണ് കേട്ടോ പുള്ളി. കാരണം പുള്ളി നല്ല ഫാൻ ബേസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു മനുഷ്യനാണ് അഭിഷേക് ശ്രീകുമാർ. എന്നുവെച്ചാൽ ഒരു മയവും ഇല്ല. നമ്മൾ നേരത്തെ ഇട്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു മയവും ഇല്ലാതെയാണ് പുള്ളി സംസാരിക്കുന്നത്. അതാണ് വേണ്ടത്. നല്ല കട്ട്റോട്ടായിട്ട് കാര്യങ്ങൾ പറയാൻ അറിയാവുന്നവർ വേണം ബിഗ് ബോസിനകത്ത്. കൃത്യമായി പറഞ്ഞു എല്ലാവരെയും കുറിച്ചും. നല്ല കൃത്യമായി അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും അഭിഷേക് ശ്രീകുമാർ പൊളിച്ചടുക്കി. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.